ഏകദേശം 32 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്. ഇത് ഏകദേശം ഒരു 20 ലാക്സിൻ്റെ അകത്ത് വരുന്ന വാച്ചാണ്. ഇതും അതുപോലെ തന്നെ ഏകദേശം 15 ലാക്സ് ഒക്കെ ആവറേജ് റേഞ്ച് വരുന്ന വാച്ചസ് ആണ്. അതേപോലെ റോളക്സ് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പേഴ്സൺ ഓൺഡ് ആയിട്ടുള്ളൊരു കമ്പനിയല്ല, ഇതൊരു ട്രസ്റ്റാണ്, ചാരിറ്റി ട്രസ്റ്റാണ് റോളക്സ് ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം 18 ലക്ഷം രൂപയാണ്. 1 കോടിക്കും 50 ലക്ഷം തൊട്ട് 1 കോടിയൊക്കെ വരെ പോകുന്ന ചില റെഫറൻസ് നമ്പേഴ്സൊക്കെ ഉണ്ട്. ഒരു സമയത്ത് ഈ വാച്ചസ് ഒക്കെ ഈ കോവിഡിന് ശേഷമുള്ള ഒരു പീക്ക് ടൈമിൽ ഇതൊക്കെ ഏകദേശം 35 ലക്ഷം രൂപ വരെയൊക്കെ വാച്ചിന് വില പോയിട്ടുണ്ട്. ലക്ഷറി വാച്ചുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേരുകളിലൊന്നാണ് റോളക്സ്. ലുക്ക് കൊണ്ടും സ്റ്റാറ്റസ് സിമ്പിൾ കൊണ്ടും വില കൊണ്ടുമെല്ലാം വിപണിയിലെ രാജാവ്. എന്തുകൊണ്ടാണ് റോളക്സ് വാച്ചുകൾക്ക് ഇത്ര വില വരുന്നതെന്ന് അറിയണ്ടേ? ഇതിപ്പോൾ നമ്മുടെ റോളക്സ് വാച്ചുകളിലുള്ള ഒരുപാട് സീരീസ് ഉണ്ട്. റോളക്സ് വാച്ചുകളിൽ റോളക്സ് അറിയാവുന്ന പോലെ വേൾഡിലെ എല്ലാവർക്കും അറിയാവുന്ന ഫസ്റ്റ് പ്രീമിയം ബ്രാൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നൊരു ബ്രാൻഡാണ് നമുക്ക് എല്ലാവർക്കും റോളക്സ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലും ഒക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് റോളക്സിലെ ഈ റോളക്സ് മോഡൽസ്. അപ്പോൾ ഈ റോളക്സിൽ നമുക്ക് ഇതൊരു സീരീസ് ഓഫ് GMT സ്പോർട്സ് വാച്ചസ് ആണ്. ഇതിലിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എറയിൽ വന്നിട്ടുള്ള വാച്ചുകളിൽ പെട്ടതാണ്. അതൊന്ന് GMT മാസ്റ്ററിൽ ഫസ്റ്റ് വേർഷനാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് ഈ മോഡലിന് പെപ്സി എന്ന് പറയും, കാരണം ഇതിന് ബ്ലൂവും റെഡും പെപ്സി ലോഗോയിലുള്ള കളേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ മാർക്കറ്റിലുള്ള പേരുകളാണ്, ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം അല്ല. അതുപോലെ കോക്ക് എന്നാണ് ഇതിന് പറയുന്നതിന് കാരണം ഇതിൽ ബ്ലാക്ക് ആൻഡ് റെഡ് ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മുടെ കൊക്കക്കോളയുടെ ലോഗോവുമായിട്ട് ബന്ധപ്പെട്ട കളറായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനുശേഷമാണ് പിന്നെ GMT മാസ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെറാമിക് ബെസൽസ് വെച്ചിട്ടുള്ളത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സെറാമിക് ബെസലാണ്, ഇതൊക്കെ സ്റ്റീൽ ഡിസ്കുകളാണ്, ഇത് സെറാമിക് ബെസലാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ GMT മാസ്റ്റർ എന്ന് പറയുന്നത് ഈ ഗ്രീൻവിച്ച് മീൻ ടൈം എന്നാണല്ലോ. GMT എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്രീൻവിച്ച് മീൻ ടൈം GMT സെറ്റ് ചെയ്യാൻ പറ്റും, 2 ടൈം ഡ്യുവൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വന്നിട്ടുള്ളതാണ് ഇതിൽ സ്റ്റീൽ ആൻഡ് ഗോൾഡ് മോഡൽസ്. ഇതൊക്കെ ഏകദേശം ഒരേ എറയിൽ വന്നിട്ടുള്ളതാണ്. GMT മാസ്റ്ററിൽ GMT മാസ്റ്റർ 2ൽ സ്റ്റീൽ ആൻഡ് ഗോൾഡ് മോഡൽസ്. അതുപോലെ ഇത് ഫുൾ ഗോൾഡിലുള്ള, ഇതിന് റൂട്ട് ബീർ എന്നാണ് മാർക്കറ്റിൽ വിളിക്കുന്ന പേര്, ഇതിൻ്റെ ഈ കളറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ ഇത് റോസ് ഗോൾഡ് വാച്ചസ് ആണ്. ഇത് റോസ് ഗോൾഡിൻ്റെ ഫുൾ റോസ് ഗോൾഡാണ് ഈ വാച്ച്. ഇതിൻ്റെ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള 2018 ഇതിൻ്റെ ഒരു വേർഷൻ വന്നാണ്. 2018 വന്നിട്ടുള്ളതാണ് പെപ്സി എന്നാണ് ഇതിന്. ഇതുപോലെ തന്നെ ഈ കളർ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്കിൻ്റെ കളറിനാണ് ഇത് പറയുന്നതും. സെറാമിക് ബെസലായിട്ട് പണ്ട് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് അത് ഡിസ്ക്, ഇതിൻ്റെ ഈ ബെസൽ എന്ന് പറയുന്നത് സ്റ്റീലായിരുന്നു. ഇപ്പോൾ ഇത് സെറാമിക്കിൽ തന്നെ ബൈ കളറിൽ വന്നു, ബ്ലൂവും റെഡും. ഇതിന് ബാറ്റ്മാൻ എന്നാണ് പറയുക. അതും നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാറ്റ്മാൻ എന്നാണ് ഈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന് സ്പ്രൈറ്റ് എന്നാണ് പറയുന്നത് മാർക്കറ്റിൽ. അപ്പോൾ റോളക്സ് വാച്ചസിൽ നമ്മൾ മറ്റ് ബ്രാൻഡുകളെ കുറിച്ചൊക്കെ പറയുന്ന പോലെ റോളക്സ് വാച്ചസും ഇറ്റ്സ് എ സ്വിസ് മെയ്ഡ് വാച്ചാണ്. അതേപോലെ റോളക്സ് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പേഴ്സൺ ഓൺഡ് ആയിട്ടുള്ളൊരു കമ്പനിയല്ല, ഇതൊരു ട്രസ്റ്റാണ്, ചാരിറ്റി ട്രസ്റ്റാണ് റോളക്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഏകദേശം 800,000 to 1 million വാച്ചസ്, 8 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ വാച്ചസാണ് ഒരു കൊല്ലത്തിൽ റോളക്സ് ഉണ്ടാക്കുന്നത്. റോളക്സ് പ്രൊഡക്ഷൻ ഉള്ളത് അത്രയും വാച്ചസാണ്. പിന്നെ ഇത് പ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ പഴയ വിൻറ്റേജ് മോഡൽസിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ആവുന്നതാണ്. ചില സീരിയൽ നമ്പേഴ്സ്, ചില സീരീസ് നമ്പേഴ്സ്, ഇപ്പോൾ ഈ ഫാറ്റ് ലേഡി, ഫാറ്റ് 4 എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഡീപ്പായിട്ട് ഈ ഓപ്ഷൻ വിൻറ്റേജ് മാർക്കറ്റിലൊക്കെയാണ് അതിന് കൂടുതൽ സ്പെഷ്യാലിറ്റീസ് ആൾക്കാർ കൂടുതൽ നോക്കാറുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു നോർമൽ മോഡൽസിനൊക്കെ ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഒരു 15 lakhs ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ വിൻറ്റേജ് മോഡൽസിൻ്റെയൊക്കെ ഒരു ആവറേജ് പ്രൈസ്. ഇതിൽ തന്നെ 1 കോടിക്കും 50 ലക്ഷം തൊട്ട് 1 കോടിയൊക്കെ വരെ പോകുന്ന ചില റെഫറൻസ് നമ്പേഴ്സൊക്കെ ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഏകദേശം 15 lakhs ഒക്കെ ആവറേജ് റേഞ്ച് വരുന്ന വാച്ചസ് ആണ്. ഇത് ഏകദേശം ഒരു 20 lakhsൻ്റെ അകത്ത് വരുന്ന വാച്ചാണ്. ഇത് ഈ വാച്ച് ഏകദേശം ഒരു $40,000, ഏകദേശം 32 ലക്ഷം രൂപ സ്റ്റാർട്ടിങ് വരുന്ന വാച്ചസ് ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം
18 ലക്ഷം രൂപയാണ്. ബ്രാൻഡ് ന്യൂ വാച്ചസിന് അറൗണ്ട് 20 lakhs വരും. പക്ഷേ ഇത് ഓരോ സമയത്ത് ഈ വാച്ചസൊക്കെ ഈ കോവിഡിന് ശേഷമുള്ള ഒരു പീക്ക് ടൈമിൽ ഇതൊക്കെ ഏകദേശം 35 ലക്ഷം രൂപ വരെയൊക്കെ വാച്ചിന് വില പോയിട്ടുണ്ട്. അതുപോലെ ബാറ്റ്മാൻ എന്ന് പറയുന്ന ഈ എഡിഷനും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ പെപ്സിനെക്കാട്ടിലും കുറച്ചും കൂടി വില കുറവാണ്. ഏകദേശം ഒരു 14 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം വില വരുന്നത്. ഇത് ഏകദേശം ഒരു $25,000 വരെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു നല്ല മാർക്കറ്റ് സമയത്ത് പോയിരുന്നത്. $30,000 പ്ലസ് പോയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു $20,000 to $22,000 ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാട്ടിലെ പൈസ പറയുകയാണെങ്കിൽ ഒരു 1.5 കോടി രൂപ പ്ലസ് 2 കോടി രൂപ വരെയുള്ള ഒരു മോഡൽസാണ് ഇപ്പോൾ ഇവിടെ ഈ വെച്ചിട്ടുള്ളത്.